ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല മറ്റു രാജ്യങ്ങൾ. ബട്ട് വ്യത്യാസമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ കുറേ ആളുകൾ ഇവിടുന്ന് കെട്ടിപ്പെറുക്കി പോകുന്ന മറ്റു രാജ്യങ്ങളുണ്ട്. ഒരു കാനഡയുടെ കാര്യമല്ല, ഒരു UK കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ അടുത്തതായിട്ട് അധികം പേര് എത്തിപ്പെടാത്ത ഒരു രാജ്യം. ഇപ്പം നമ്മൾ ചെല്ലുന്നു, പഠിക്കുന്ന സമയത്ത് സർവൈവലിന് വേണ്ടി ചെയ്യുന്നത് വേറെ. ഇത് കഴിഞ്ഞിട്ട് ആ സർവൈവൽ ജോബ് ഫുൾ ടൈം ജോബായി ചെയ്യേണ്ടി വരുന്ന ഒരു യുവതലമുറ, അത് നമ്മുടെ ആളുകളാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ദയനീയ അവസ്ഥ. ഇത്രയും ലക്ഷം രൂപ മുടക്കി അവിടെ ചെന്നിട്ട് കടയിൽ ലോഡ് എടുക്കാനും ഇറക്കാനും അടിക്കാനും തെളിക്കാനും ഒക്കെയാണ്. അപ്പോൾ വേരുറച്ചു പോയാൽ പിന്നെ പിള്ളേർ വരില്ല. അപ്പോൾ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ ഭാവി എന്ന് ചിന്തിച്ചാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ പോകാൻ. ഉള്ള കുടുംബം കൂടെ ശിഥിലമാകും. ഇവിടുന്ന് അവിടെ പോയിട്ട് അലമുണ്ടാക്കുന്ന സീനാണ്, പോലീസുകാർ പിടിക്കുന്ന സീനാണ്. എന്ന് വെച്ചാൽ നന്നാവാനുള്ളവനാണെങ്കിൽ ഇവിടുന്ന് കയറ്റി വിട്ടാൽ അവിടെ പോയി നന്നാവും. ഇവിടുന്നേ അവൻ കട്ടപ്പുകയാണെങ്കിൽ അവരെ കയറ്റിയും കൂടെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നുള്ള ഫ്രീഡവും ലൈഫ് സ്റ്റൈലും കൂടെ ആകുമ്പോൾ ജഗപുക വീണ്ടും തീർന്നു. അവിടെ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുതലല്ലേ? അവിടെ അത് ലീഗലാണ്. പേഴ്സണൽ യൂസിന് ഹാർഡ് ഡ്രഗ്സ് വരെ ഏതാണ്ട് ലീഗലാക്കണം കാനഡയിൽ. അപ്പം അത് ഡിഫറൻറ്റ്. ഇത് ഉപയോഗിക്കില്ല എന്ന് നിശ്ചയമുള്ള അങ്ങനെ വളർന്നൊരു കുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല, ധൈര്യമായിട്ട് വിടാം. ഇല്ലില്ല. എനിക്ക് അറിയാവുന്ന ഒരാള് അവിടെ നല്ല ജോലി ചെയ്തിരുന്ന 10 വർഷത്തോളം ജോലി ചെയ്യുന്ന ആള് ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ ഇപ്പോൾ ഉണ്ട്. ഫാമിലി ഉണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം ഏതാണ്ട് വിവാഹമോചനത്തിനുള്ള ഇതായിട്ടുണ്ട്. അതിൻ്റെ മറുപടിയായിട്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം. കാനഡയിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഒരു ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയാണ് പോകുന്നത്, കുടുംബമായിട്ട്. അവിടെ പോയി നമ്മുടെ അയൽ രാജ്യത്തുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ഒരു ടാക്സി ഡ്രൈവറാണ്, ഉറുദുവിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ജീവിതം കുടുംബം ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. അങ്ങനെ PR അടിച്ച് അവിടെ വന്നതാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഒരു അലവൻസ്, ആ കുട്ടികളെ നോക്കുന്നതിന് അമ്മയ്ക്ക് ഒരു അലവൻസ്, ഇതെല്ലാം അമ്മയുടെ അക്കൗണ്ടിൽ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവം മാറി. കയ്യിൽ ഇയാളെക്കാളി കാശ് പുള്ളിക്കാരിക്ക് ടാക്സ് ഇല്ലാതെ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുടുംബം തകർന്നു. ഒന്ന്. ഇനി ആ കുട്ടികളെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. കുട്ടികളുടെ സ്വഭാവം വഴിതെറ്റി തുടങ്ങി. അതായത് എന്തോ 16 വയസ്സോ അങ്ങനെ എന്തോ പറഞ്ഞായിട്ടാണ് എൻ്റെ ഓർമ്മ. ഇതിൽ തന്നെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്കൊന്നും എതിര് പറയാൻ പറ്റില്ല. ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് മുഴുവൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ് അദ്ദേഹം പറഞ്ഞു. സ്വന്തം മോനെ കുറിച്ചാണ്. അപ്പോൾ കള്ളമാവാൻ സാധ്യതയില്ല. അപ്പം നമുക്കെതിര് പറയാൻ പറ്റില്ല അവിടുത്തെ നിയമം പ്രകാരം. അങ്ങനെ ഏറ്റവും ഇളയ 2-3 പേരെ, വലിയതായിട്ട് പേര് പിടിക്കാത്തവരെ സ്വന്തം നാട്ടിൽ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് പുള്ളി കൊണ്ടുവിട്ടു. മറ്റവനോട് വരാൻ പറഞ്ഞപ്പോൾ അവൻ പറയുന്നത് ദിസ് ഇസ് മൈ കൺട്രി, യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ കൺട്രി. അപ്പോൾ വേരുറച്ചു പോയാൽ പിന്നെ പിള്ളേർ വരില്ല. അപ്പോൾ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ ഭാവി എന്ന് ചിന്തിച്ചാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ച് വേണം നിങ്ങൾ പോകാൻ. ഉള്ള കുടുംബം കൂടെ ശിഥിലമാകും. അതെ, 100%. അപ്പോൾ നമ്മളിപ്പോൾ കാനഡയെക്കുറിച്ചൊരു ഓവർവ്യൂ ടോട്ടലായിട്ട് എടുത്തു. ഇനി ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല മറ്റു രാജ്യങ്ങൾ. ബട്ട് വ്യത്യാസമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ കുറേ ആളുകൾ ഇവിടുന്ന് കെട്ടിപ്പെറുക്കി പോകുന്ന മറ്റു രാജ്യങ്ങളുണ്ട്. ഞാനും പോയിരുന്നു ഇതിലൊരു രാജ്യത്ത്, UK. മാസ്റ്റേഴ്സ് അവിടെയാണ് ചെയ്തത്. അടുത്തത് UK കുറിച്ചാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പോകുന്നുണ്ട്. അതായത് ഇടയ്ക്ക് പോസ്റ്റ് സ്റ്റഡി നിർത്തിയിരുന്നു. പഠിത്തത്തിന് ശേഷം 4 മാസം മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും നീട്ടിയത് കൊണ്ട് അതിനുശേഷം ഇൻക്രീസ് നോക്കിയേ പോകുന്ന കുട്ടികളുടെ സ്റ്റേ ബാക്ക് കൂടിയത് കൊണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ UK തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാനഡയെക്കാളിൽ അല്ലെ US-നേക്കാളിൽ UKക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവിടെ വല്ല മാജിക്കും ഈ പോകുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. അത് നോക്കുമ്പോൾ ബേസിക്കായിട്ട് ഇപ്പോൾ 1.8 മില്യൺ ആളുകൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ ഡിസെൻഡൻസ് ഒക്കെ ആയിട്ട് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ എണ്ണം കൂടി വരികയാണ്, കുറേയല്ല. റീസെന്റ് പാസ്റ്റിൽ വളരെ സ്റ്റീപ്പായിട്ട് കൂടുകയാണ്. ഇവിടെ എഡ്യൂക്കേഷൻ കോസ്റ്റ് വൈസ് എങ്ങനെയാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നതിന് UK-ൽ? കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവെന്ന് പറയാൻ പറ്റില്ല. ഒരു 16,000-17,000 പൗണ്ട്സ് ആണ് നല്ല യൂണിവേഴ്സിറ്റികളിൽ. അതായത് ഓൾമോസ്റ്റ് 16-17 ലക്ഷം രൂപയാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ 2 വർഷമുള്ളത് ഇവിടെ 1 വർഷമാണ്. അപ്പോൾ വർക്ക് ലോഡും കൂടും. എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് പാർട്ട് ടൈം ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ 1 വർഷമേ എടുക്കാനുള്ളൂ. അപ്പോൾ ഹെവി ആയിട്ട് പണിയെടുക്കണം. ഒന്ന്. ഈ മറ്റേടത്ത് 2 വർഷം കൂടി പഠിക്കുന്ന സെയിം സിലബസ് ഇവിടെ 1 വർഷം കൊണ്ട് തീർക്കണം. അപ്പോൾ വർക്ക് ലോഡ് ഹെവിയാണ്. അത്രയും എടുത്താൽ പൊങ്ങുമെന്ന് ഉറപ്പുള്ളവരെ പോകാവും. ഇച്ചിരി കാശുള്ളവരാണെങ്കിൽ പണിയെടുക്കാൻ പോലും ഒരു പഠിത്തത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരും. UK-ലോട്ട് പോകുന്ന കുട്ടികൾ
അവിടെ ചെന്ന് മാസ്റ്റേഴ്സ് എടുത്തതിന് ശേഷം മറ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും കൺട്രിയിലോട്ട് അവർ മാറി താമസിക്കുകയാണെങ്കിൽ ജോലിക്ക് വേണ്ടിയുള്ള ബന്ധത്തിൽ അതിലെന്തെങ്കിലും അവർക്ക് ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണോ, അതോ ജീവിത ചെലവ് അത് വെച്ച് നോക്കിയാൽ കുറവാണോ, എന്താണ് അതിനെപ്പറ്റി? അതായത് നമ്മൾ ചിന്തിക്കേണ്ട അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെന്ന് അവിടെ ILR കിട്ടി ബ്രിട്ടീഷ് സിറ്റിസൺ ആയ ഒരു വ്യക്തിക്ക് ഈ ചോദ്യം വാലിഡ് ആണ്. കാരണം അവൻ്റെ പാസ്പോർട്ട് വെച്ച് യൂറോപ്യൻ യൂണിയനിൽ അവന് ട്രാവൽ ചെയ്യാം. നമ്മളൊരു ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ UK ചെന്ന് അവിടെ പഠിച്ച് പാസ്സായവന് ജോലി കിട്ടാൻ വലിയ സാധ്യതയില്ല. കാരണം അവനൊന്നും വിസയില്ല. അവനാകെ ഉള്ളത് ഒരു സ്റ്റുഡൻറ്റ് വിസ UK പിന്നെ ജീവിത ചെലവ് കുറഞ്ഞ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഡയറക്റ്റ് യൂറോപ്പിൽ പോകുന്നതാണ് ഭേദം ജീവിത ചെലവ് കുറയ്ക്കാനാണെങ്കിൽ. ബട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യം എടുക്കുമ്പോൾ പറയാം. ഓക്കെ, അവിടെ ചെന്ന് പഠിത്തവും കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ച കുട്ടികൾ മാതാപിതാക്കൾ ഇവിടുന്ന് ക്യാഷ് അയച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ദയനീയകരമല്ലേ കാര്യങ്ങൾ? സാമ്പത്തികം ഇവിടെ ഉള്ള ആളുകളാണ്, സാമ്പത്തികം ഇല്ലാത്ത ഒരു മാതാപിതാക്കളുടെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് 100% ശരിയാണ്. അത് ഇപ്പോൾ അവിടെ യൂറോപ്പ് മാത്രമല്ല, കാനഡയിലും ഈ പറയുന്നത് പോലെ തന്നെ US ഒക്കെ നമുക്ക് അറിയാവുന്ന ആളുകളുണ്ട്. അവർ ജോലി ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലെല്ലാം നാട്ടിൽ നിന്ന് അങ്ങോട്ട് പൈസ അയക്കുകയാണ്. അത് ഉള്ളത് കൊണ്ടാണ്. ഇല്ലാത്തവനെ സംബന്ധിച്ച് അവന് ഒരു വഴിയില്ല. അതാണ് നമ്മൾ നേരത്തെ കണ്ട ഹോംലെസ്നെസ്. ഇത് കാനഡയിൽ മാത്രമുള്ളതല്ല, US മാത്രമുള്ളതല്ല, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. അവിടുത്തെ കൾച്ചറിൻ്റെ വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടു. അവിടെ ചെല്ലുന്ന ആളുകൾ, അവിടുത്തെ ആളുകൾ റോഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക്, ഇന്ത്യക്കാരെന്നല്ല, പോകുന്ന ഇമിഗ്രൻസിന്, അത് ആഫ്രിക്കൻസ് ആവാം, മിഡിൽ ഈസ്റ്റ് ആവാം, ഇന്ത്യൻസ് ആവാം, അവർക്ക് ഒരുപാട് പേരുണ്ട്. ഇവർ ഈ അത്രയും കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് അവർ വാങ്ങുന്ന മാർജിനിൽ അവർ സുഖമായി ജീവിക്കുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂയിലേക്ക് അത് മാറുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ക്രൈം വരുന്നത്. അവർ ഹെയ്റ്റ് ക്രൈം എന്നോ റേസിസമെന്നോ എന്ത് വേണേൽ പറഞ്ഞോട്ടെ, ബട്ട് ഇതിൻ്റെ ബേസ് റീസൺ ഇതാണ്. അവരുടെ രാജ്യത്ത് അവരെക്കാളിൽ കൂടുതൽ നമ്മളാകുമോ എന്നൊരു പ്രശ്നവും, അവർ പണിയെടുക്കുന്നതിൻ്റെ പൈസ മുഴുവൻ നമ്മൾ കൊണ്ടുപോകുന്നു എന്നൊരു പ്രശ്നവും. അപ്പോൾ UK ഇതിനകത്തേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് സ്റ്റീപ്പ് ഇൻക്രീസ് ആണ്. അപ്പോൾ UK നമ്മൾ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഇവിടെ സ്ഥിതി യാതൊരു രീതിയിലും വ്യത്യാസമല്ല. അവിടെ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാം പാകിസ്ഥാനി മെജോറിറ്റിയാണ്. എന്തുകൊണ്ടോ ഇന്ത്യൻസിനെ അവർക്ക് ഇഷ്ടമല്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. ബട്ട് ഇപ്പോൾ അവിടെയുള്ള മേജർ സിറ്റികളിൽ മുഴുവൻ ഭരിക്കാൻ ലോക്കൽ ഇതായ അവർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻസ് അതിൽ നോക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇൻ നെക്സ്റ്റ് 10 years 20 years അവർ പെട്ടെന്ന് പോപ്പുലേറ്റ് ആകുന്നവരാണ്. നമ്മുടെയൊക്കെ ആൾക്കാർ, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം, ജോലി, ഫാമിലി, ഒരുമാതിരി പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു കുട്ടി 2 കുട്ടി കൂടുതൽ പോയില്ല. അപ്പോൾ അവരുടെ പോപ്പുലേഷൻ നെക്സ്റ്റ് 20 years അവർ UK ഡോമിനേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു എൻവയൺമെൻറ്റിൽ പോകണമെങ്കിൽ പോകാം, അല്ല എങ്കിൽ റിസ്ക് ആണ്. നമ്മളിപ്പോൾ കാനഡയിലെ നമ്മളൊരു പോസിറ്റീവ് സൈഡ് ചിന്തിക്കുകയാണെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ നല്ലതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അവിടെ ഒരു ജോലി സാധ്യത, ഒരു നല്ലൊരു ലൈഫ് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പോസിറ്റീവ് വേയിൽ നമ്മൾ 1% ആളുകൾക്ക് അത് പറ്റും. കാരണം ഇപ്പോൾ US നോക്കിയാൽ നമുക്ക് പറയാം ഒരു 5 മുതൽ 10% ആളുകൾ ജോലി കിട്ടി, H1B കിട്ടി മാറുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ട്രംപ് വരുമ്പോൾ അതും പോയി, അത് വേറെ. കാനഡയുടെ സ്ഥിതി അതിലും ദയനീയമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞിറങ്ങുന്ന മാസ്റ്റേഴ്സ്, ബാച്ചിലേഴ്സ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ നമ്മുടെ പോലെ ഈ പമ്പിൽ നിൽക്കുന്ന പരിപാടി അവിടെ മാക്സിമം സ്ഥലങ്ങളിൽ ഇല്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. സെൽഫാണ്. അപ്പോൾ ഇതിന് വളരെ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, എഡ്മണ്ടൺ ഒക്കെ. അവിടെയൊക്കെ ചില ഇതിനകത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്ത സമയത്ത് ശ്രദ്ധിച്ചു, ആളുകളുണ്ട്, ശമ്പളവും കൂടുതൽ, ആ തണുപ്പത്ത് അവർ നിൽക്കണം, റൈറ്റ്. അങ്ങനെയുള്ള ജോലികൾ വരെ സർവൈവൽ ജോബ്സ് ആയിട്ട് ചെയ്ത് ജീവിക്കുന്നു. ഇപ്പം നമ്മൾ ചെല്ലുന്നു, പഠിക്കുന്ന സമയത്ത് സർവൈവലിന് വേണ്ടി ചെയ്യുന്നത് വേറെ, ഞാനും ചെയ്തിട്ടുണ്ട് ഒരുപാട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ആ സർവൈവൽ ജോബ് ഫുൾ ടൈം ജോബായി ചെയ്യേണ്ടി വരുന്ന ഒരു യുവതലമുറ, അത് നമ്മുടെ ആളുകളാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ദയനീയ അവസ്ഥ. ഇത്രയും ലക്ഷം രൂപ മുടക്കി അവിടെ ചെന്നിട്ട് കടയിൽ ലോഡ് എടുക്കാനും ഇറക്കാനും അടിക്കാനും തെളിക്കാനും ഒക്കെയാണ്. അതൊരു ജോലിയെ കുറച്ച് പറയുകയല്ല, ഇത്രയും ചിലവാക്കിയിട്ടുള്ള റിട്ടേൺ അതാകുമ്പോഴുള്ള വിഷമമാണ് പറയുന്നത്. അവിടെ ചെന്ന് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ രാജ്യത്ത് അധ്വാനിച്ച് ജീവിക്കുകയല്ലേ നല്ലത്. വ്യത്യാസം അവർ ചിന്തിക്കുന്നത്, അവരവിടെ പോയി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇവിടെ IASകാർ കിട്ടുന്നതിൽ കൂടുതൽ ശമ്പളമാണ്. പക്ഷേ പ്രശ്നം എന്താണ്, ചിലവും അതുപോലെ കൂടുതലാണ്. ചിലവ് അത്രയും ചുരുക്കി ജീവിക്കുന്ന ഒരു ബാച്ചിലർക്ക്, എന്ന് വെച്ചാൽ ബാച്ചിലർ അക്കോമഡേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാൻ പറ്റും.
അതേപോലെ നമ്മൾ ഗൾഫിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ നാട്ടിലായിട്ട് നമ്മുടെ ഫാമിലി സപ്പോർട്ടിന് വേണ്ടിയുള്ള മാസം നമ്മൾ അയച്ച് പൈസ കൊടുക്കുന്നത് പോലെ കാനഡയിൽ നമുക്ക് നാട്ടിലോട്ട് അതേ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അത് പൈസ അയക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഇത്ര റേഞ്ച് ഉള്ള അതിൽ കൂടുതൽ ചെയ്യാം, ടാക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും? അല്ല, അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തവരാണ് കൂടുതലും നമ്മുടെ നാട്ടിൽ മലയാളികൾ. അതെ. ബട്ട് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഇൻകം ടാക്സ് ഇല്ല, കിട്ടുന്ന ശമ്പളം മുഴുവൻ നമുക്ക് എന്നൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ നേരത്തെ കണ്ട ഒരു സ്ത്രീ വണ്ടിയിലിരിക്കുന്ന നമ്മൾ കാണിച്ചു, അത് ക്യൂബക്കാണ്. ഓൾമോസ്റ്റ് 60% ഇൻകം ടാക്സ്. നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ 60 അവർ കൊണ്ടുപോയി, റൈറ്റ്. ബാക്കി 40 വെച്ച് വേണം ഈ കണ്ട ചിലവുകൾ മുഴുവൻ എടുത്ത് നിങ്ങൾ ജീവിക്കാൻ, റൈറ്റ്. ഈ 40% മാത്രം ബാക്കി പോട്ടെ, 50% ബാക്കി ഉണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോയൊരു എഞ്ചിനീയർക്ക് വീട്ടിൽ അയച്ചു കൊടുക്കാൻ ഇല്ല. കാരണം അവൻ്റെ ഒരു 40-50% ടാക്സായി പോയി. ബാക്കി അയച്ചു കൊടുക്കണമെങ്കിൽ അവൻ അത്ര മുകളിൽ എത്തിയ ഒരു വ്യക്തി ആയിരിക്കണം. അത് 1-2% ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 60% ആളുകൾക്കെങ്കിലും ഗുണമുള്ള കാര്യമാണ് പറയേണ്ടത്. 1% പറ്റി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ എവിടെ പോയാലും അവർ കയറിപ്പോവും. അതല്ല, ബാക്കിയുള്ളവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാം, എങ്ങനെ കയറി വരാം എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ പറയുന്നത്. സ്കോളർഷിപ്പ് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് കിട്ടിപ്പോകുന്നവർക്ക് അത് വ്യത്യസ്തമാണ്. കോമൺവെൽത്ത് സ്കോളർഷിപ്സ് ഒക്കെ ഉണ്ട്. അത് 2-3 പേർക്ക് ഒരു രാജ്യത്തു നിന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ആ 2-1 ആകുക ഒരു രാജ്യത്തേക്ക് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാനഡയിലെ ഉയർന്നു നിൽക്കുന്ന ഏതൊക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റികൾ പേരെടുത്ത് പറയാൻ? അല്ല, കാനഡയിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് ആക്ച്വലി. നമുക്കിപ്പോൾ ഓരോ പ്രോവിൻസ് ആയിട്ട് പിടിച്ച് ഇപ്പോൾ അങ്ങ് തെറ്റത്തുനിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട പറയാൻ പറ്റും. അല്ല, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോ ഇങ്ങേ തെറ്റത്ത് വരികയാണെങ്കിലുണ്ട്. അല്ല, ഈ ക്യൂബെക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മക്ഗിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കോൺകോർഡിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എവിടെ പോയാലും നമ്മൾ പേ ചെയ്യുന്ന ഫീസ് ഇസ് 5-6 ടൈംസ് ഡൊമസ്റ്റിക്. ഒരേ ക്ലാസ്സിൽ ഒരേ സാറ് പഠിപ്പിക്കുന്ന ഒരേ വിഷയത്തിനുള്ള ഫീസാണ്, റൈറ്റ്. അപ്പോൾ അത്രയും അധികം നമ്മൾ ചിലവാക്കി പോകുമ്പോൾ അതിനുള്ള ഗുണം ഭാവിയിൽ കിട്ടണം. ഹാർഡ് വർക്ക് ചെയ്താലെങ്കിലും കിട്ടണം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോൾ ഒരു കാനഡയുടെ കാര്യമല്ല, ഒരു UK കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ അടുത്തതായിട്ട് അധികം പേര് എത്തിപ്പെടാത്ത ഒരു രാജ്യം, നല്ല കാഴ്ചയ്ക്ക് വളരെ മനോഹരമായൊരു രാജ്യം ന്യൂസിലൻഡ്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നാണ്. അത് കൊറോണ ലോക്ക്ഡൗൺ വന്ന കാലത്ത് അവർ പൂട്ടിയിട്ടിരുന്നു, അത്രയും കാലം ആരെയും കയറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം ഇനി വരുന്ന എസ്റ്റിമേഷൻ, അതായത് കാനഡയ്ക്ക് ഇപ്പോൾ ആൾക്കാർക്ക് പോകാൻ പറ്റില്ല, ഇന്ത്യൻസ് ഏതാണ്ടൊക്കെ ഡോറ് പൂട്ടിയ അവസ്ഥയിലായി. പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം, ഓക്കെ, അവിടെ ജോലിയും കിട്ടുന്നില്ല എന്ന പ്രശ്നം കാരണം പുതിയ കുട്ടികൾ വരുമ്പോൾ ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട്. റിവേഴ്സ് മൈഗ്രേഷൻ തിരിച്ചു വന്ന പോലെ. അതെ, റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാം ഒരുപാട് പേര്. ബട്ട് അതിലൊക്കെ കോമൺ ഇച്ചിരിയെങ്കിലും സക്സസ്ഫുൾ ആയുള്ള ആളുകളാണ് എല്ലാം വെളി വരുന്നത്. അവർക്ക് ഇവിടെ വന്നാലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ സാധാരണക്കാരനോ ഒരു ആവറേജ് ആൾക്കോ പ്രശ്നമാണ്, അവർക്ക് പണിയായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലോ വേണ്ട രീതിയിലുള്ള ആ ഒരു ന്യൂസ് ഇവിടെ ഉള്ളവർക്ക് കിട്ടാത്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള കാരണം? അതോ അറിഞ്ഞുകൊണ്ട് അവരങ്ങ് അതിനുവേണ്ടി ഒരുങ്ങി അങ്ങ് ഇറങ്ങുന്നതാണോ എന്നൊരു സംശയമുണ്ട്. അല്ല, ഇതൊരു ആത്മവിശ്വാസമായിട്ട് നമ്മൾ കാണണം. അതായത് 2014 ഞാൻ UK പോകാൻ തീരുമാനിക്കുന്ന സമയത്തും ആ ഏജൻസി തന്നെ നമ്മളോടൊരു സുഹൃത്താണ് പറയുന്നു, അവിടെ സ്റ്റേ ബാക്ക് ഇല്ല. അപ്പോൾ വീട്ടുകാരാണെങ്കിൽ UK വിടൂ, മറ്റു രാജ്യം സെലക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ സ്റ്റേ ബാക്ക് ഇല്ല, 4 മാസമേ ഉള്ളൂ. ഇതിലൊരു ജോലി കണ്ടുപിടിക്കാം എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൽ പ്രശ്നം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പോയിട്ടാണ് അതിന് മുമ്പത്തെ പരിചയം. അവിടെ 3 മാസം വിസിറ്റിങ്ങിന് പോയി ജോലി കണ്ടുപിടിച്ച ശീലമാണ്. ഇതാണ് കേട്ടിരിക്കുന്നത്. അത് വെച്ചാണ് UK പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഒരുപാട് ടെലിഫോണിക് ഇൻ്റർവ്യൂ, റിട്ടേൺ ഇൻ്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വരെ ചെയ്തിട്ടുണ്ട്. ബട്ട് ആ സമയത്ത് സ്റ്റേ ബാക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു ബ്രിട്ടീഷ് സിറ്റിസനും സെക്കൻഡ് പ്രയോറിറ്റി ഒരു യൂറോപ്യനുമാണ്. ഇത് കഴിഞ്ഞിട്ടേ തേർഡ് പാർട്ടിക്ക് വരുള്ളൂ. അപ്പോൾ എവിടെ പോയാൽ ആദ്യത്തെ 1-2 തവണ അറിയില്ലായിരുന്നു, പിന്നീട് അത് മനസ്സിലായി. ബട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ ഒരു വെള്ളക്കാരനെ കണ്ടാൽ നമുക്കറിയാം നമ്മൾ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവനെ കിട്ടുമെന്നുള്ളത്. അതെ, മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജ്മെന്റ് ആയിരുന്നു. അത് എഡിൻബ്ര യൂണിവേഴ്സിറ്റിയിലാണ്. അത് എഡിൻബ്ര നേപ്പിയർ എന്ന് പറയുന്ന ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്.
പക്ഷേ അതിനും ഇതാണ് പ്രശ്നം, അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള കോമ്പറ്റേറ്റീവ്നെസ് ഓക്കെ. റൂളും കൂടെ നമുക്ക് എതിരാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഗുണം ചെയ്യില്ല. ഓക്കെ, ഡോക്ടർ ദാനിയൽ വെളിയിലൊക്കെ പോയി പഠിച്ചതല്ലേ, അപ്പം എൻ്റെ ഒരു ചോദ്യം, ഡോക്ടർ ദാനിയലിൻ്റെ കുഞ്ഞ് ഭാവിയിൽ ആ കുഞ്ഞിനെ വെളിയിൽ വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു താല്പര്യമുണ്ടോ, അതോ വിടുമോ, എങ്ങനെയാണ് അതിൻ്റെ? 100% വിടും. പക്ഷേ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്യും. ഓരോ സൈക്കിളാണ്. അതായത് ഒരു 100-150 വർഷം പുറകിൽ പോകുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം വളരെ അധികമാണ്. ഇപ്പോൾ US ആണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് ഫ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കടം വളരെ അധികമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാളെന്ന രീതിയിൽ ചിന്തിക്കുകയുള്ളൂ. എവിടെ ഫ്ലിപ്പാകുന്നു, ഇപ്പോൾ എവിടെ തകരുന്നോ അത് അടുത്ത് 25 വർഷം കഴിയുമ്പോൾ കയറി വരുന്ന സ്ഥലമാണ്. അവിടോട്ടാണ് അവന് പോകാൻ താല്പര്യമെങ്കിൽ 100% കുടുംബമായിട്ട് ഞങ്ങളോട് പോകും. റൈറ്റ്. കാരണം നമുക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങാനും കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യാനും അവൻ്റെ കൂടെ നിന്ന് വളർത്താനും പറ്റും. കാരണം ഇപ്പോഴൊക്കെ കുട്ടികൾ 10 കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി മുതലേ പോകണമെന്ന് താല്പര്യം കാണിക്കുന്ന കുട്ടികളാണ്. അതിലും രാജ്യങ്ങൾ സെലക്റ്റീവ് ആയിരിക്കും. ചില ഡയാസ്പോറ ഉള്ള രാജ്യങ്ങളിൽ പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സേഫ്റ്റി നമ്മൾ നോക്കുന്നതാണ് പ്രയോറിറ്റി.